ഹലോ ഫ്രണ്ട്സ്, ഭൂട്ടാനിലെ ഏറ്റവും പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. ഭൂട്ടാനീസ് ഭാഷയിൽ ടക്സാങ് എന്നറിയപ്പെടുന്ന ടൈഗർ നെസ്റ്റ് ക്ഷേത്രം. ഹിമാലയൻ പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബുദ്ധിസ്റ്റ് സൈറ്റാണ് ടൈഗർ നെസ്റ്റ്. ലോകത്തിലെ ഹയസ്റ്റ് ആൻഡ് ടഫസ്റ്റ് ആയിട്ടുള്ള 10 തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്ന്. ഭൂട്ടാനിലെ വിമാനത്താവള പട്ടണമായ പാരോയിൽ നിന്ന് 15 കിലോമീറ്റർ ദൂരെയാണ് ടൈഗർ നെസ്റ്റ്. ഞങ്ങൾ രാവിലെ അങ്ങോട്ടേക്കുള്ള യാത്ര ആരംഭിച്ചു. മലയടിവാരത്ത് വിശാലമായ പാർക്കിംഗ് മൈതാനമുണ്ട്. അവിടെ ഒട്ടനവധി വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നു. ഞങ്ങൾ എത്തുമ്പോൾ തന്നെ ധാരാളം ആളുകൾ സംഘങ്ങളായി മലകയറ്റം ആരംഭിച്ചിരുന്നു. 6 കിലോമീറ്റർ കാട്ടുവഴിയിലൂടെയുള്ള ട്രെക്കിംഗ് മാത്രമാണ് ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള ഏക മാർഗം. കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് വാങ്ങി ഞങ്ങൾ 9 മണിയോടുകൂടി മലകയറ്റം തുടങ്ങി. 1000 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ഗൈഡിൻ്റെ അകമ്പടിയോടുകൂടി മാത്രമേ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര അനുവദിക്കൂ. ക്ഷേത്രത്തിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന കുതിരകളെ വഴിയിൽ കണ്ടു. പർവ്വത താഴ്വരയിൽ നിന്നും 6 കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റം കയറിയെത്തുന്നിടത്താണ് ടൈഗർ മൊണാസ്ട്രി. സീ ലെവലിൽ നിന്നും 3120 മീറ്റർ, അതായത് 10240 ഫീറ്റ് ഉയരത്തിലാണ് മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. മലകളും കുന്നുകളും കയറിയും ഇറങ്ങിയും ഇറങ്ങിയും കയറിയും വേണം അവിടെ എത്താൻ. നിരപ്പായ ഇടങ്ങൾ ഇല്ല തന്നെ. യാത്ര കഠിനവും പ്രയാസഭരിതവുമാണ്. പാതി വഴിയിൽ ലഘുഭക്ഷണവും റിഫ്രഷ്മെൻറ്റ് സൗകര്യങ്ങളും ഉള്ള കഫറ്റേറിയ ഉണ്ട്. 3 മണിക്കൂർ നടത്തത്തിന് ശേഷം ഞങ്ങൾ അവിടെ എത്തി. കഫറ്റേറിയയ്ക്ക് ചുറ്റും ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളാണ്. അവയുടെ ദൃശ്യഭംഗി പകർത്തിയും ചായ കുടിച്ചും സ്നാക്സ് കഴിച്ചും വിശ്രമിച്ചുമൊക്കെയായി ഏകദേശം അരമണിക്കൂറോളം ഞങ്ങൾ അവിടെ ചിലവഴിച്ചു. കഫറ്റേറിയയിൽ നിന്നും വീണ്ടും യാത്ര ആരംഭിക്കുമ്പോഴേക്കും വെയിലിന് ചൂട് കൂടിയിരുന്നു. യാത്രയുടെ കാഠിന്യവും ഏറി വന്നു. ഉച്ചയോടെ ലക്ഷ്യസ്ഥാനത്തിനോടടുത്തെത്തുമ്പോഴേക്കും നല്ല മഴ തുടങ്ങി. കാട്ടിലെ മഴയ്ക്കൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇപ്പോൾ അധികം അകലെയല്ലാതെ ടൈഗർ നെസ്റ്റ് ക്ഷേത്രം കാണാം. എല്ലാവരും ആവേശഭരിതരായി. മൂന്ന് മണിയോടെ ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രത്തിനകത്ത് ഫോട്ടോഗ്രാഫി നിരോധിച്ചിരിക്കുന്നു. മൊബൈൽ ഫോൺ, ക്യാമറ എന്നിവ പുറത്തെ കൗണ്ടറിൽ നൽകി ഞങ്ങൾ അകത്ത് പ്രവേശിച്ചു. ഗൈഡ് ആരാധനാബിംബങ്ങളെക്കുറിച്ചും ക്ഷേത്ര ദർശനത്തിൻ്റെ സമയക്രമീകരണത്തെക്കുറിച്ചുമൊക്കെ വിശദമായി പറഞ്ഞു തന്നു. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ആളുകൾ അവയൊക്കെ കേട്ടുനിന്നു. പലരും ക്ഷേത്രത്തിലേക്കുള്ള സംഭാവനകൾ നൽകി. 3 മണിയോടെ മഴ നിന്നതിന് ശേഷം ഞങ്ങൾ മലയിറക്കം ആരംഭിച്ചു. ക്ഷേത്രത്തിൻ്റെ മുന്നിലായി ഏകദേശം 300 മീറ്റർ ഉയരത്തിൽ നിന്നും കുത്തനെ താഴേക്ക് പതിക്കുന്ന മനോഹരമായ ഒരു വെള്ളച്ചാട്ടവും കാണാം. വിവിധ ഇടങ്ങളിൽ നിന്നായി ഞങ്ങൾ ധാരാളം ഫോട്ടോകൾ എടുത്തു. 3.5 മണിക്കൂർ മലയിറങ്ങിയതിനു ശേഷം 6:30 ഞങ്ങൾ അടിവാരത്തെത്തി. അമൂല്യമായ ധാരാളം ഓർമ്മകളും അനുഭവങ്ങളും സമ്മാനിച്ചുകൊണ്ടാണ് ടൈഗർ നെസ്റ്റിലേക്കുള്ള യാത്ര അവസാനിച്ചത്. സാഹസിക യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ തീർച്ചയായും തിരഞ്ഞെടുക്കേണ്ട ഡെസ്റ്റിനേഷൻ തന്നെയാണ് ടൈഗർ നെസ്റ്റ്. യാത്രയുടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.